ആഹാ, നിങ്ങളെന്താ ഇങ്ങനെ നിക്കുന്നേ? ഇവിടെ ഇരിക്ക്. എന്താ, ഇരിക്കാൻ പേടിയാണോ? ഇത് ഇനി മുതൽ നമ്മുടെ മോന്റെ വീടാ, നമ്മുടെ സ്വന്തം വീട്. ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ടിരിക്കാം. ആദ്യം ഈ ക്ഷീണമൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഈ വീടൊക്കെ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വീടിന് നോക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ ഇനി ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോവല്ലേ, അപ്പൊ എപ്പോ വേണമെങ്കിലും മുറികളൊക്കെ കയറി കാണാലോ. പണ്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നമ്മൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ നേടിത്തരുന്ന ഒരു സഹോദരൻ. ആ ആഗ്രഹം വെറുതെ ആയില്ല. എന്ന് കരുതി നീ ഒരുപാടൊന്നും ആഗ്രഹിക്കണ്ടോ. നീ ആഗ്രഹിച്ചു മോളെ. നിന്റെ കെട്ടിയോ നിനക്ക് ഒന്നും നേടി തന്നില്ലെങ്കിലും ഇപ്പൊ എന്റെ മോൻ വിചാരിച്ച എന്താഗ്രഹവും നടക്കും. രാജു, ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ? എന്താ, നിനക്ക് ചന്ദ്രനെ വേണോ? അതെന്റെ മോനെ കൊണ്ട് പറ്റില്ല. അതിന് നിന്റെ കെട്ടിയവനോട് തന്നെ പറയണം. അതൊന്നും അല്ല അച്ഛാ. പിന്നെ രാജു, എനിക്ക് ജീവിതത്തിലെ ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറണം. ഒറ്റ തവണ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ അതെനിക്ക് സാധിച്ചു തരൂ പ്ലീസ്. ചേച്ചി സങ്കടപ്പെടണ്ട, ചേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ഒടുവിൽ നീ പറ്റിക്കരുത്. ഇല്ല ചേച്ചി, ചേച്ചിക്ക് ഒരു തവണ ഫ്ലൈറ്റിൽ കയറണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. എന്നാ ഞാൻ വാക്ക് തരുന്നു, ചേച്ചിക്ക് കൊതി തീരുന്നവരെ ഫ്ലൈറ്റിൽ കയറാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും. ഒന്ന് പോടാ. സത്യോ ചേച്ചി ഞാൻ പറയുന്ന? എന്റെ പേരിലെ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. പ്രൈവറ്റ് ജെറ്റോ? അതേന്നേ. സത്യം? അതെ ചേച്ചി, സത്യം. ഞാൻ ഉറപ്പായും ചേച്ചി ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. എന്റെ കൃഷ്ണ, ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? സംഗതി സൂര്യമംഗലത്തേതാണെന്ന് ഒരു പരദൂഷണം നാട്ടിലുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഓണറ് വല്യമാവനാണല്ലോ. വല്യമാവൻ തന്നെ വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കും. ഞാൻ സൂര്യമംഗലത്തിലെ ദാനമൊന്നും സ്വീകരിച്ചിട്ടുമില്ല, സ്വീകരിക്കുകയില്ല. ഇതൊക്കെ എന്റെ അധ്വാനാ. എന്നാ അധ്വാനിച്ചാൾ അകത്തേക്ക് കയറിക്കോ. നന്ദന, ഒന്നെന്നെ. ഞാൻ തോറ്റുപോയെന്നും പ്രതികരിക്കില്ലെന്നും കരുതി എന്റെ അച്ഛനോട് കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാൻ തോറ്റത് എന്റെ ജീവിതത്തിലാ. അതിന് കാരണക്കാരി ഞാൻ തന്നെയാ, മറ്റാരുമല്ല. ഞാൻ തോറ്റെന്ന് കരുതി എന്റെ അച്ഛൻ തോറ്റിട്ടില്ല, തോൽക്കുകയില്ല. ഇവിടെയും ജയിച്ചു തന്നെ നിൽക്കും. തോൽക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കുകയില്ല. നിന്റെ അച്ഛൻ തോറ്റു കോർട്ടിൽ വീണ് കഴിഞ്ഞടി. അയാളെയും നിന്നെയും നിന്റെ മറ്റവനെയും തോൽപ്പിക്കാനല്ലേ അനന്തം പിള്ളയുടെ മകള് തന്നെ കളത്തിലിറങ്ങിയത്. നിന്റെ പിഴച്ച നാവുകൊണ്ട് ഇനി എന്റെ അച്ഛനെ അയാളെന്ന് വിളിച്ച നിന്റെ ആ നാവ് ഞാൻ പിഴുതെടുക്കും. മിണ്ടാതിരിടാ. ആൺവർഗത്തിന് തന്നെ അപമാനമായ ഒരു പെൺകോന്തൻ, പെണ്ണും പിള്ളയുടെ കാല് തിരുമ്മി ജീവിക്കുന്ന കോമാളി.
ഇതിലും ഭേദം നീ പോയി വല്ല ഭിക്ഷ തണ്ടിയും ജീവിക്ക്. നന്ദു എന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? ഇപ്പൊ ഇവള് പറയുന്നത് കേട്ടെ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇവളുടെ കൊമന്റ് ഞാൻ വരവ് വെച്ചിരിക്കുന്നു. കാരണം ഞാൻ എന്റെ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ട ഭർത്താവ് ദാ ഇത് തന്നെയായിരുന്നു. താങ്ക് യു മൈ ഡിയർ. എങ്ങനെയുണ്ട് പുതിയ ഭവനം? ഇത് ഞങ്ങൾക്ക് പുതിയതൊന്നും അല്ലല്ലോ. ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ താമസിപ്പിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഈ വീട്ടിൽ ഇപ്പൊ നിങ്ങളെ ഗസ്റ്റുകളല്ലേ അല്ലേ ദീപു? യെസ് യെസ്. ആ എന്തൊരു വിരോധാഭാസം. ഒരാഭാസനം കൂടി ചേർന്നപ്പോ എല്ലാം ഓക്കെ ആയല്ലോ. ഞങ്ങളുടെ വീടും സ്വത്തുക്കളും ചതിയിലൂടെ സ്വന്താക്കി നീ വലിയ മിടുക്കിയായി ചമയണ്ട. കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശിയതാ ഇപ്പൊ കണ്ടത്. ഏറിയ കാലവും എല്ലാവരും ആഘോഷിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചതല്ലേ. ഇനിയുള്ള കാലം ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കേ. എന്തായാലും നിനക്കും ഈ എണ്ണം കെട്ടവനും ഉള്ളത് തന്നു തീർക്കാതെ ഞങ്ങളാരും മരിക്കില്ല. നിങ്ങളെല്ലാവരും ലോകാവസാനം വരെ ജീവിച്ചിരിക്കേ. നരകിച്ച് ജീവിക്കുന്നത് കാണാനും ഒരു സുഖമാണല്ലോ. ദീപു, നമുക്ക് നമ്മുടെ ബംഗ്ലാവിലേക്ക് പോയാലോ? ഓക്കെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാം. ഒരുമയുണ്ടെങ്കിൽ ഓലൊക്കെ പുറത്തും കിടക്കാം. ഇതൊക്കെ എന്റെ തന്തപ്പടി ആനന്ദപിള്ള അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ള ചെറിയ വാക്കുകളാ. അതുകൊണ്ട് ഏത് സൗകര്യത്തിലും ഏത് ദാരിദ്ര്യത്തിലും ജീവിക്കാമെന്ന് മാലോകരെ കാണിച്ചു കൊടുത്ത് നിങ്ങൾ മാതൃകയാവ്. മതിയടി കളിയാക്കിയത്. എല്ലാം കൈവിട്ട് നിൽക്കുക. ഇനി അപമാനിക്കാൻ ശ്രമിച്ചാലേ നീ ഇനി ഒരു നടക്ക് ഇവിടുന്ന് പോവില്ല. നന്ദു വേണ്ട. ഇവരോടൊന്ന് ഏറ്റുമുട്ടി നമ്മുടെ വില കളയണ്ട. കൺട്രികളാ. വിളിച്ചോണ്ട് പോടാ. മക്കളെ, അതേതാ ഒരു പുതിയൊരു കിളി വെച്ച? നന്ദു അതെന്റെ അമ്മയാ. ആ ദീപുന്റെ അമ്മ കിളിയായിരുന്നോ? ഇതാ അമ്മേ. അതെ, ഒരു കാര്യം ചോദിക്കാനാ ഞാൻ നിങ്ങളെ വിളിച്ചേ. എന്താ? എപ്പോഴും വേണമെന്നില്ല. ഇവിടുത്തെ കാര്യവും നോക്കണമല്ലോ. വൈകുന്നേരങ്ങളില് ഞാൻ നിങ്ങളുടെ ബംഗ്ലാവിലേക്ക് വന്നോട്ടെ? എന്തോ കളിയാക്കണ്ട.